ഫ്രണ്ട്സ്, മിക്കുറോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയാണെങ്കിൽ വരാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ ആ ഒരു മുഖച്ഛായ തന്നെ മാറാൻ വേണ്ടി പോവാണ്. ചട്ടികളുടെ ഒക്കെ ഇഷ്ടം പോലെ തട്ടുകളാണ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയുടെ ചട്ടി വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ മെയിനായിട്ടും വിൽപ്പന നടത്തുന്ന ഒരു അമ്മച്ചിയുണ്ട്. അപ്പോൾ അമ്മച്ചിയുടെ തന്നെ ഡീറ്റെയിൽസ് ചോദിക്കാം. പേരെങ്ങനെയാണ്? ലതാംബിക. എത്ര കാലമായിട്ട് ഇതുപോലെ ഫീൽഡിലുണ്ട്? 19 വർഷമായിട്ട്. സ്ഥലം തക്കലയാണല്ലേ? എന്ന് ഇത്രയും ചട്ടികൾ കൊണ്ടുവന്നത് എത്ര ദിവസമായി ഇവിടെ? 3 ദിവസമായി. എല്ലാ ആറ്റുകാൽ പൊങ്കാലയ്ക്കും വരാറുണ്ട്. അപ്പോൾ ചട്ടികളൊക്കെ പറ്റി ഒന്ന് ചെറിയൊരു ഡീറ്റെയിൽസ് പറയോ? ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചാൽ കൊള്ളായിരുന്നു. കുറച്ച് സൗണ്ടില്. ഓക്കെ, പറഞ്ഞു. 1/4 കിലോ അരി വാങ്ങുന്ന കലം. ഓക്കെ, അല്ല ഇത് എങ്ങനെ വരും റേറ്റ് ഒക്കെ? 100 രൂപയാണ് റേറ്റ് വരുന്നത്. ഓക്കെ, അടുത്തത്. ഓക്കെ, മനസ്സിലായി. എല്ലാം കൂടെ ചേർത്തിട്ട് 100 രൂപ. അടുത്ത ചട്ടി, അടുത്ത എല്ലാ സംഭവങ്ങളും കാണിച്ചു. ഇതേപോലത്തെ സംഭവങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു. സാധാ ചട്ടി, നമ്മൾ കറി വെക്കുന്ന ചട്ടി. ഓക്കെ, ഇത് എത്ര റേറ്റ് വരുന്നത്? 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഇത് എത്ര വരും? ചട്ടിയാണ്. ഇത് കുറച്ചും കൂടെ വലിയ ചട്ടിയാണെന്ന് തോന്നുന്നു. ഇത് എത്ര വരും? 150 രൂപ റേറ്റ് വരും. ഓക്കെ, അടുത്തത്. അത്രേ ഉള്ളു. വലിയ മറ്റേ കുടവും അതുപോലെ വെള്ളം കുടിക്കുന്ന അങ്ങനെ സംഭവമൊന്നുമില്ല. പൊങ്കാലയ്ക്കുള്ള നമ്മൾ ആദ്യം 1/2 കിലോ അരിയുടെ കാണിച്ചില്ലേ? അതല്ലാതെ കുറച്ചും കൂടെ വലിയ കലം ഉണ്ടോ? അതുണ്ട്. അത് എത്രയാവും റേറ്റ്? 200 രൂപ. അത് കാണിക്കാൻ പറ്റുമോ? അങ്ങ് അകത്താണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോ അതേപോലെ ഈ ചെറിയ സംഭവം ഇതെങ്ങനെയാ? ഇതെന്താ സംഭവം? ഒരു പിടി ആയിരിക്കും. ഒരു പിടി ആയിരിക്കും വേണ്ടി ഒരാളൊക്കെ വന്ന് ചെറിയ രീതിയിൽ പൊങ്കാലിട്ട് പോകുന്നുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ അതല്ല നമുക്ക് മുറവും തവിയും അങ്ങനെ അതൊന്നും അമ്മച്ചി വിൽക്കുന്നില്ല? ഇല്ല. ഓക്കെ ഓക്കെ, അപ്പൊ അമ്മച്ചി വന്നിട്ട് ചട്ടികളാണ് മെയിനായിട്ട് വിൽക്കുന്നത്. 100-150 രൂപ ആ ഒരു റേറ്റിന് വന്നിട്ട് ചട്ടി സംഭവം നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതോടൊപ്പം തന്നെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഈ ചട്ടി സെലക്ട് ചെയ്ത് വാങ്ങിക്കുന്നതും കൂടെ ജസ്റ്റ് ഒന്ന് പറയോ? അവർക്ക് ഇഷ്ടമുള്ള അല്ല, എന്നാലും നമ്മളിപ്പോ തട്ടിയൊക്കെ ഇങ്ങനെ വാങ്ങിക്കാറുണ്ട്. അതെങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നാൽ കൊള്ളായിരുന്നു. നമ്മൾ എങ്ങനെയാ സംഭവം സെലക്ട് ചെയ്യേണ്ടത്? എങ്ങനെയാണ്? ആദ്യം എത്രയാണ് നമ്മളെ ഉദ്ദേശിച്ചത് അത് പറയുക. ഓക്കെ, അതിനുശേഷം ചട്ടി എങ്ങനെ സെലക്ട് ചെയ്യുന്ന? ചട്ടി നമ്മളെ സൗണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നോക്കുമല്ലോ, പൊട്ടി കാണിച്ചു കൊടുക്കും. ഓക്കെ ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ അമ്മച്ചി തക്കലേന്ന് വന്ന അമ്മച്ചി ഇതാ ചട്ടിയൊക്കെ കൊണ്ട് നിൽപ്പുണ്ട്. അതോടൊപ്പം തന്നെ അമ്മച്ചിയുടെ മകനും ഉണ്ട് ഇവിടെ. പക്ഷേ മകനാണെങ്കിൽ പുറത്ത് തല കാണിക്കുന്നില്ല. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ നമുക്ക് ഇഷ്ടംപോലെ ചട്ടികളൊക്കെ ആണെങ്കിൽ ഇതാ വെച്ച് സംഭവം വെച്ച് എല്ലാം ഫുള്ള് കവർ ചെയ്തിരിക്കുന്ന കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ ട്രിവാൻഡ്രം ഫുള്ളും ആറ്റുകാൽ പൊങ്കാലയുടെ ആ ഒരു തിരക്കിലോട്ട് പോകാൻ വേണ്ടി ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതാ കണ്ട ഭക്തജനങ്ങൾക്ക് നമുക്ക് ട്രിവാൻഡ്രത്ത് ഇതാ ഈ ഒരു ഈസ്റ്റ് ഫോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇഷ്ടംപോലെ ചട്ടികളും കൂടെ വാങ്ങിക്കാൻ വേണ്ടി പറ്റും ഗൈസ്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം.